നന്മ തെളിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് പോകുന്ന എല്ലാ ഇടങ്ങൾക്കുള്ള ആവശ്യമായ അനുഗ്രഹ പ്രാർത്ഥനയാണ് ഈ അനുദിന അനുഗ്രഹങ്ങൾ എന്ന ഈ പ്രഭാത ശുശ്രൂഷയുടെ ദൈവം നമുക്ക് നൽകുന്നത്. കർത്താവെ, ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ അൽത്താറയിൽ നടന്ന 10,000കണക്കിന് ആരാധനയുടെ ശക്തിയിൽ ഈ മക്കളെല്ലാവരും ലോകം മുഴുവനും കൈകൾ കൂപ്പി നിൽക്കുകയാണ്. ഈശോയെ, ശിരസ് നമിച്ച് അവരുടെ നിയോഗങ്ങൾ അങ്ങയുടെ ദിവസം സമർപ്പിക്കുകയാണ്. കർത്താവെ, അവർ ജീവിതത്തിൻ്റെ വിവിധമായ മണ്ഡലങ്ങളിലേക്ക് കടന്നു പോകാൻ പോകുന്നു. അവരിന്ന് ചെയ്തു തീർക്കേണ്ട ജോലികൾ, പെൻഡിങ്ങുള്ള ജോലികൾ നേരത്തെ ചെയ്തു തീർത്തിട്ട് അത് ഇനി ആരെങ്കിലും സഹായമില്ലാതെ ഇത് മുഴുമിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചുകൊണ്ട് നിസ്സഹായതയും വിയർപ്പും അനുഭവിക്കുന്നുണ്ട്. ഈശോയെ, റെക്കോർഡ് എഴുത്തിലും പ്രോജക്റ്റ് എഴുത്തിലും ഒക്കെ അരിയർ വന്നിട്ടുള്ള, കുടിശ്ശിക വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. കർത്താവെ, അതുപോലെ തന്നെ ഓരോ ഫയലുകൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് എത്തിക്കാതെ മേളന്മാരുടെ ഭീഷണികൾക്ക് സംഘർഷം അനുഭവിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. കർത്താവെ, അതുപോലെ തന്നെ വിടേണ്ട ലെറ്ററുകൾ, പോകേണ്ട എഴുത്തുകൾ, അതുപോലെ കമ്മ്യൂണിക്കേഷൻസ്, വിനിമയങ്ങൾ എല്ലാം പെൻഡിങ്ങിൽ കിടക്കുകയും അതിൻ്റെ പേരിൽ ചിലപ്പോഴും കർത്താവെ അതിൽ നിന്ന് അയോഗ്യമാക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. കർത്താവെ, അങ്ങനെ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, ഓരോ വിദ്യാർത്ഥിയും ഓരോ ഉദ്യോഗസ്ഥരും ഓരോ യാത്ര ചെയ്യുന്നവരെയും അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ യാത്രയ്ക്ക് സുഗമമായ യാത്രയ്ക്ക് ആവശ്യമായ രേഖകൾ, പാസ്പോർട്ടാകാം, വിസയാകാം, PR ആകാം, ഗ്രീൻ കാർഡാകാം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലെയും ചിലപ്പോൾ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സമയമാകാം, ചിലപ്പോൾ എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയമാകാം, ചിലപ്പോൾ എഗ്രിമെൻറ്റ് തെറ്റിപ്പോകുന്ന ദിവസങ്ങളാകാം, പണം നഷ്ടപ്പെട്ടു പോകുന്ന ഉത്കണ്ഠയാകാം. അങ്ങനെ വ്യത്യസ്തമായ മേഖലകൾ ജീവിത നിർദ്ധാരണത്തിന് വേണ്ടി നിരന്തരം കഷ്ടപ്പെടുന്നിട്ട് തുഴഞ്ഞിട്ടും കര കാണാതെ വിഷമിക്കുകയും ജപ്തി നടപടിക്കും അതുപോലെ സാമ്പത്തികമായ കച്ചവടങ്ങൾ ചെയ്യുന്നവരെ, കച്ചവടം ഇല്ലാതെ കസ്റ്റമേഴ്സ് ഇല്ലാതെ വിഷമിക്കുന്നവരെ, എന്ത് കച്ചവടം ചെയ്താൽ വിജയിക്കും, എന്ത് വരുമാനം കിട്ടിയാൽ ജീവിക്കാൻ പറ്റുമെന്നറിയാൻ പാടില്ലാതെ നിസ്സഹായം നിൽക്കുന്ന മക്കൾ, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത മാർഗങ്ങൾക്ക് പുരോഗമനം ഇല്ലാത്തവർ എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ തകർച്ചകളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് യേശുനാമത്തിൽ നീ വീണ്ടെടുക്കപ്പെടട്ടെ. പരിശുദ്ധ ദേവമാതാവ്, നിനക്ക് വേണ്ടി നിരന്തര സഞ്ചാരി മാതാവ്, നീ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് നിനക്ക് മധ്യസ്ഥം വഹിക്കട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം യോഹന്നാൻ 10:3 കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. കാവൽക്കാരൻ അതിന് വാതിൽ അതായത് ഈശോ നല്ലിടയനാണെന്നുള്ള വലിയ സുവിശേഷ സത്യമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോഴേ നല്ലിടയൻ തൻ്റെ ആടുകളെ കർത്താവിൻ്റെ സ്വരം കേൾക്കുമെന്നാണ് പറയണം. അത് വായിച്ച ആ ഭാഗം ഒന്ന് വായിച്ചേ. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇവിടെ കാവൽക്കാരൻ എന്ന് പറയുന്ന അന്യനല്ല, കർത്താവ് തന്നെയാണ് നമ്മുടെ കാവൽക്കാരൻ. ബൈബിൾ ഉടനീളം പറയുന്ന ഒരു സത്യമാണ്, ദൈവമാണ് നമ്മുടെ കാവൽക്കാരൻ. അതായത് അത് ഇപ്പോൾ 121 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തേക്ക് വരുമ്പോൾ അവൻ കണ്ണുമേക്കാതെ ഇസ്രായേൽ ദൈവം മയങ്ങുകയില്ല ഉറങ്ങുകയില്ല എന്ന് പറയുമ്പോൾ അവൻ കാവൽക്കാരനാണ്. ഈ കാവൽക്കാരൻ ദൈവത്തെ ദൈവം കാവൽക്കാരനാകണേ എപ്പോഴാണ്? നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ആളുകളായി മാറുമ്പോഴാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ നമ്മുടെ കാവൽക്കാരനാക്കാം. ഒരു വലിയ ആധ്യാത്മിക സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വരണത്. എന്താണ്? ദൈവത്തിന് എപ്പോഴും, ഇപ്പം നീ ഗർഭിണിയാണ്, ഡോക്ടർ പറഞ്ഞു നിൻ്റെ കുഞ്ഞ് മരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിന് ഫ്ലൂയിഡില്ല, അല്ലെങ്കിൽ ഗർഭപാത്രം നിനക്ക് കട്ടിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ നീ പറയും വയറെ പറ്റിക്കൊണ്ട് കത്താവേ കത്തുകൊള്ളണം എന്ന് പറയും. അപ്പം നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തെ കാവൽക്കാരനാക്കണമെന്നല്ലേ? അപ്പം ദൈവത്തെ കാവൽക്കാരനാക്കാം, പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ അത് പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ആടുകൾ പറഞ്ഞേ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ, സ്വരം കേൾക്കാൻ എപ്പോൾ നീ തുടങ്ങിയാൽ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ്? ദൈവം നമ്മുടെ ഫുൾ ടൈം വാച്ച്മാനായി മാറുകയാണ്. അപ്പോൾ എന്തിനാണ് ഉടമ്പടിയിൽ അരമണിക്കൂർ വചനം കേൾക്കാൻ പറയും, വചനം വായിക്കാൻ പറയും? എന്തിനാ വചനം വായിക്കണത്? വചനം വായിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തെ നമ്മുടെ കാവൽക്കാരനാക്കാനാണ്. അതുകൊണ്ടാണ് നീ രാവിലെ എഴുന്നേറ്റിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ കുറച്ച് വചനം വായിച്ചിട്ട് പോകും നമ്മൾ. എന്നിട്ട് നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? വചനം വായിച്ച ഉടനെ അടച്ച് ചുംബിച്ച് വിശക്കുകയല്ലേ ചെയ്യേണ്ടത്? കർത്താവേ, ഈ വചനം എന്നെക്കൊണ്ട് ഇതിനെ നിവൃത്തിയാക്കാൻ, ആ നിവൃത്തിയാക്കുന്ന വഴി നീ എൻ്റെ കാവൽക്കാരനായി, എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും കാവൽക്കാരനാകാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുന്നതിലൂടെ അങ്ങ് എൻ്റെ കാവൽക്കാരനാകാൻ, അങ്ങ് എന്റെ കാവൽക്കാരനാകാൻ, അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് അങ്ങയെ എന്റെ കാവൽക്കാരനാക്കാൻ കഴിയുമെന്നുള്ള വലിയ ആധ്യാത്മിക സാധ്യത സുവിശേഷം ഈ പ്രഭാതത്തിൽ തുറന്നു തരുന്നു. ഈ സന്ദേശത്തിന് നന്ദി പറയുന്നു. എന്റെ കർത്താവേ, ഓരോ ദിവസവും അങ്ങയുടെ വചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് അങ്ങയെ എന്റെ കാവൽക്കാരനായി, സങ്കീർത്തനം 123:4 ഇസ്രായേലിന്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങാത്ത കാവൽക്കാരനായി എന്റെ കൂടെ നിൽക്കാൻ, എന്റെ കുടുംബത്തിന്റെ കൂടെ നിൽക്കാൻ, എന്റെ ജീവിതമാർഗ്ഗങ്ങളിലൂടെ നിൽക്കാൻ നിന്റെ വചനങ്ങളെ കേൾക്കുവാനും നിവർത്തിയാക്കുവാനും എന്നെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശതാധിപനെ പോലെ ദൈവസ്നേഹത്തോടെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഈശോയ്ക്ക് സ്വീകാര്യമായൊരു ഭവനം, ദൈവത്തിൻ്റെ കൂടാരം നിർമ്മിച്ചുകൊണ്ട് കൃപയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്